ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ആൾട്രേഷനാണ് ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രസ്സിൻ്റെ കൊട്ടയിൽ നിന്ന് ഒരു ഡ്രസ്സ് പുറത്തെടുത്തു. ഫസ്റ്റ് ഈ ഡ്രസ്സ് ഷേപ്പാക്കാനാണ് ഉള്ളത്. അത് ഈ കാണുന്ന പിങ്ക് ഡ്രസ്സിൻ്റെ അളവിൽ. പിന്നെ ഞാൻ ആ ഡ്രസ്സ് നിവർത്തിയെടുത്തു. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി. നല്ല വർക്കുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഷേപ്പാക്കേണ്ട ഡ്രസ്സ് ഇതേപോലെ മടക്കി എടുത്തിട്ട് അതിന് മുകളിൽ അളവിനുള്ള ഡ്രസ്സ് വെച്ചു. അളവിനുള്ള ഡ്രസ്സ് ഇങ്ങനെ ശരിയാക്കി വെക്കണം. അതിന് ശേഷം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മാർക്ക് ചെയ്യണം. ഡ്രസ്സ് അമർത്തി പിടിച്ചിട്ട് അതേപോലെ മാർക്ക് ചെയ്യണം. ഡ്രസ്സിനേക്കാളും ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ചെയ്യാനും പാടില്ല. അത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ശരിക്കും നോക്കി മാർക്ക് ചെയ്യണം. പിന്നെ സ്ലീവും അതേപോലെയാണ്. സ്ലീവിൻ്റെ അറ്റമെല്ലാം ടൈറ്റ് ആയാൽ അവർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ശരിയാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ശരിയാക്കിയിട്ട് വെക്കാം. ഞാൻ ഈ സെക്കൻഡ് സ്ലീവ് മാർക്ക് ചെയ്യൽ ഇതേപോലെയാണ്. അങ്ങനെ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ ഒരു ഡ്രസ്സ് എടുത്തു. അത് ഇതേപോലെ വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്. അത് ഈ കാണുന്ന അളവിൽ ഷേപ്പ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൂ കളർ പോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതും സെയിം ഷേപ്പാണ്. അത് കഴിഞ്ഞ് വേറൊരു ഡ്രസ്സ് എടുത്തു. ഈ ഗ്രീൻ കളർ ഡ്രസ്സ്. ഇതും ഷേപ്പ് ആക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് എങ്ങനെയെന്നെല്ലാം നോക്കി. ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം. വർക്ക് ബീഡ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വർക്ക് കുത്തി പൊട്ടിക്കേണ്ടി വരും. പക്ഷേ ഇത് അങ്ങനെ ബീഡ്സ് അല്ല, നമുക്ക് സൂചി നന്നായി കയറുന്ന ഒരു തരം വർക്കാണ്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഡ്രസ്സിൻ്റെ അളവിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതും നേരെ വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഈ ഡ്രസ്സിലേക്ക് കസ്റ്റമർ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അളവിനേക്കാളും കുറച്ച് ടൈറ്റ് ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കൈൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടാ. അതുകൊണ്ട് കൈ ഇതേ മാർക്ക് വേണം. ഇങ്ങനെ കൈ ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. എനിക്ക് ഈ ഡ്രസ്സ് ഷേപ്പാക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സിമ്പിളാണ് ഇത് ചെയ്യാൻ. പിന്നെ ഈ ബ്ലൗസ്, ഞാൻ ഈ ബ്ലൗസ് എല്ലാം ഒന്ന് നോക്കി. ഹാൻഡ് സ്ലീവിൽ വർക്കുള്ളതാണ്. നല്ല രസമുണ്ട് ബ്ലൗസ്, നല്ല സിമ്പിൾ വർക്ക്. ഈ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. അളവൊന്ന് പറഞ്ഞിട്ടാണ് ഇടാൻ പറ്റുന്നത്. പക്ഷേ ഇട്ടിട്ടാകുമ്പോൾ ഭയങ്കര ടൈറ്റാണല്ലോ, ശ്വാസം വലിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അത് മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ. ഈ പാൻറ്റ് ഞാൻ ക്ലോത്ത് നോക്കുമ്പോൾ ക്ലോത്ത് ചുരുണ്ടിട്ട് എനിക്കിത് കട്ടാക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് നമുക്ക് പാൻറ്റിൻ്റെ ക്ലോത്ത് ഇങ്ങനെ ചുരുണ്ടിട്ട് കിട്ടുന്നത്. ഇത് അയൺ ചെയ്യണം. നോക്കുമ്പോൾ കരണ്ടില്ല. ഇതിൻ്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം മാർക്ക് ചെയ്തെല്ലാം സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് മിഷീൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഇതാ എൻ്റെ മോളെ ഇങ്ങനത്തെ ഒരു പരിപാടി. ചീപ്പ്, എണ്ണ, മുടി എല്ലാം എൻ്റെ മിഷീൻ്റെ മുകളിലാണ്. പിന്നെ അതെല്ലാം ഞാൻ ശരിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. പ്ലഗിൻ്റെ സ്വിച്ചെല്ലാം ഞാൻ എപ്പോൾ അയച്ചു വെക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടും. പിന്നെ ഒരു വൈറ്റ് നൂല് സ്റ്റിച്ച് ചെയ്തു. ബോബിൻ നിറച്ച് വെച്ചതുണ്ടായിരുന്നു. പിന്നെ ചോറും. നമുക്ക് സ്റ്റിച്ചിങ് മാത്രം ചെയ്താൽ പോരാല്ലോ, സമയം തിന്നാനും ഫുഡ് വേണ്ടേ. അങ്ങനെ ചോറ് ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വറുക്കാനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതും വറുക്കാൻ വേണ്ടി തിളക്കാൻ വെച്ചു. പിന്നെ ഞാൻ വീണ്ടും സ്റ്റിച്ചിങ് പരിപാടിക്ക് വന്നു. അപ്പോൾ ഇതാ നമ്മൾ ലേസി പെറ്റിട്ടുണ്ടായിരുന്നു. 4 കുഞ്ഞാണ്. ഓള് പെറ്റത് എൻ്റെ ഈ മിഷീൻ്റെ അടുത്താണ് പെറ്റത്. ഇതാ 2 മഞ്ഞ, 1 വൈറ്റ്, പിന്നെ ഒരു മിക്സ് കളർ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഇത് ഫസ്റ്റത്തെ ഡ്രസ്സാണ്. ആദ്യം ഞാൻ ഒരു യെല്ലോ കളർ മാർക്ക് ചെയ്തിട്ട് അത് ഷേപ്പ് ചെയ്തിട്ട് അളവിൻ്റെ ഡ്രസ്സോട് കൂടിയിട്ട് അത് കവറിലിട്ട് വെച്ചു. പിന്നെ ഇത് സെക്കൻഡ് വൺ. അതിൽ ബീഡ്സ് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ ഈ ചവിട്ടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല, ആക്സിലറേറ്റർ കൊടുക്കാൻ പറ്റിയില്ല. കൈ കൊണ്ട് ബീഡ്സ് ഉള്ള ഭാഗം തിരിച്ചിട്ട് ചെയ്യണം. പിന്നെ വിടുത്തിലൊന്നും ഇതുപോലെ ബീഡ്സ് ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ആ ഭാഗം നല്ല സ്പീഡ് ചെയ്യണം. പിന്നെ സ്ലീവിൻ്റെ അടുത്ത് ബീഡ്സ് ഉള്ള ഭാഗം ചെയ്യണം. പിന്നെ ഇതേപോലെ ഞാൻ ഇട്ട് നോക്കി, ശരിയാന്ന്. പിന്നെ നെക്കും ആൾട്രേഷൻ ഉണ്ടായിരുന്നു. ഈ നെക്ക് ആൾട്രേഷൻ ചെയ്യാൻ എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നെക്കിൻ്റെ അടുത്തും ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സൂചി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മിഷീനെ തിരിച്ചിട്ട് വരണം. അപ്പോൾ ഉണ്ട് എൻ്റെ സൂചി നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്, എന്തെന്ന് അറിയുന്നില്ല. പിന്നെ സെക്കൻഡ് വണ്ണും സെയിം ഡ്രസ്സായിരുന്നു. അതും ഇതേപോലെ ചെയ്യണം. ഈ ഡ്രസ്സിലാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. ഈ ഡ്രസ്സും ഇതിനു മുമ്പ് തന്നെ ഒരു ബ്ലൂ പോലത്തെ ഡ്രസ്സും. അതിൻ്റെ ഇടയിൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ മിസ് ഗ്രൂപ്പിലൊരു ഹായ് നല്ല വിട്ട്. ഈ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റാവും. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറച്ച് പരിപാടികൾ നടക്കും. ഇതേപോലെ ഞാൻ നെക്കും ചെയ്തു. ഇത് നമുക്ക് കൈ കൊണ്ട് തിരിക്കുമ്പോൾ കൈ നല്ല വേദന എടുക്കുന്നു. അങ്ങനെ എൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് നോക്കുമ്പോൾ ഉണ്ട് ഗൈസ് നല്ലൊരു മിസ്റ്റേക്ക്. ഈ നടുവിൽ നീളത്തിലൊരു വർക്കില്ലേ, അതൊരു സൈഡിലായിട്ടുണ്ട്. ഈ ഡ്രസ്സ് കുറച്ച് സൈഡിലാണ് ആ വർക്കായിട്ടുള്ളത്. ഈ ബ്ലൂ ഡ്രസ്സാണെങ്കിൽ നല്ലോണം സൈഡിലായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ മറിച്ചിട്ടെല്ലാം നോക്കുമ്പോൾ
മെഷർമെൻറ്റിൽ സെയിം ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു, ഈ സൈഡ് ഒരു അര ഇഞ്ച് ഉള്ളിലേക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഈ ലെഫ്റ്റ് സൈഡിലത്തെ സ്റ്റിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് സൈഡിലത്തെ പൊട്ടിക്കണം. അങ്ങനെ ഞാനിത് ഏത് സൈഡ് കുറഞ്ഞതെന്ന് അറിയണ്ടേ, അങ്ങനെ ആദ്യം തന്നെ ഫസ്റ്റ് ഉള്ളിന്ന് മാർക്ക് ചെയ്യണം. പിന്നെയാണ് നമ്മൾ ഫസ്റ്റ് പുറത്തുനിന്ന് മാർക്ക് ചെയ്യണം, പിന്നെ ഉള്ളിന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ അതെല്ലാം മാർക്ക് ചെയ്തു. ഇത് സ്റ്റിച്ച് പൊട്ടിക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷമാവുന്നു. പിന്നെ പൊട്ടിക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തു. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ടിട്ടാണ്. കാരണം ഇതും ശരിയായില്ലെങ്കിൽ ഈ ഡബിൾ സ്റ്റിച്ചിൽ പൊട്ടിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതിൻ്റെ ഇടയിലതാ എൻ്റെ മിഷീനും അങ്ങ് പണി തന്നിട്ടുണ്ട്. നൂല് പൊട്ടിക്കൊണ്ടേ നിൽക്കുന്നു. എന്താണ് കാര്യമെന്നൊന്നും അറിയുന്നില്ല. ഞാൻ സൂചി മാറ്റിയിട്ട് നോക്കി, പിന്നെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചു മറിച്ചിട്ടെല്ലാം ഇട്ട് നോക്കി, എന്നിട്ടും പൊട്ടുന്നത് നല്ല കട്ടിയുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ പൊട്ടുന്നത്. പിന്നെ ഞാൻ സ്റ്റിച്ചും പൊട്ടിച്ചു. ഈ സ്റ്റിച്ചെല്ലാം പൊട്ടിക്കാൻ എന്തൊരു കഷ്ടം. പിന്നെ ഞാൻ സ്റ്റിച്ച് പൊട്ടിച്ചായിട്ട് നോക്കി ശരിയുണ്ടാന്ന്. അപ്പോൾ ശരിയുണ്ട്, ആ വർക്ക് മിഡിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തു, അല്ലെങ്കിൽ രണ്ടാമത് പണിയല്ലേ. അങ്ങനെ ഡബിൾ സ്റ്റിച്ചെല്ലാം ചെയ്ത ശേഷം ഞാൻ ഈ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നല്ലോണം കട്ട് ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ അവർക്ക് ടൈറ്റ് ആയാൽ അത് ലൂസ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏകദേശം 1.5 ഇഞ്ചോളം കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഓവർലോക്ക് ചെയ്യുന്ന സ്റ്റിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമാണ്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ഓവർലോക്കിങ് മെഷീനും ഇല്ല. ഇൻഷാ അല്ലാഹ് ഒരു മെഷീൻ വാങ്ങണം. പിന്നെ ഇതേപോലെ മാർക്കിട്ട് കൊടുത്തു. അങ്ങനെ നമ്മളടുത്ത് തന്നെ മിസ്റ്റേക്ക് വന്ന ഡ്രസ്സ് ശരിയായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് നെക്കിൻ്റെ അടുത്ത് ഈ സ്റ്റിച്ച് പൊട്ടിയിരുന്നു. ഇങ്ങനെ കൈ കൊണ്ടിട്ടത് കൊണ്ട് ഈ സ്റ്റിച്ചിന് വലിയൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഈ പാക്കിനെ 4 ഈക്വൽ പാർട്ടാക്കണം. നോക്കുമ്പോൾ 7 ഇഞ്ച് ലെങ്ത് ഉണ്ട്. പിന്നെ ഞാൻ ടാപ്പ് മടക്കിയിട്ട് നേരെ 4 ആൾക്കും ഒരേപോലെ മടക്കി. അപ്പോൾ 7ൻ്റെ 4 പാർട്ട് എത്ര വരുന്നത്? എത്രയോ ഞാൻ ടാപ്പിങ്ങനെ മടക്കി നോക്കി. അങ്ങനെ അതെല്ലാം മാർക്ക് ചെയ്തു. പിന്നെ കട്ട് ചെയ്യുമ്പോഴേക്ക് ഫസ്റ്റത്തെ ഈ ഒരു പാർട്ട് നല്ല സിമ്പിളായിരുന്നു കട്ട് ചെയ്യാൻ. നമുക്ക് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളതും അതേപോലെ ആവുന്നു. പക്ഷേ അവിടെയാണ് പണി കിട്ടിയത്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്ക് ഐസ്ക്രീം ഇതിലേക്ക് കൂടിയിട്ട് പുറത്ത് വരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ഉള്ളിലേക്ക് തള്ളി കൊടുത്തിട്ട് പിന്നെ നോക്കി എങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, കത്രി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കത്രി എടുത്തിട്ട് ഈ കവറ് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഐസ്ക്രീം കത്തി കൊണ്ട് ചെയ്തു. അങ്ങനെ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ മതി. ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ ഐസ്ക്രീം എല്ലാം സെറ്റ് ചെയ്തു ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് മൈ ചാനൽ.